പഞ്ചർ ഒട്ടിക്കണത്. കുറുപ്പ് സാറോ? അയ്യോ 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 ഞാൻ ഓഫീസിൽ പോണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാർ എങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി, ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആ സിനിമയ്ക്ക് പോക്കെ കേപ്പ തുടങ്ങി. എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. ആഹാ, മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യടാ, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ? എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില ഈ തിയേറ്ററിൽ നിന്ന് 2 സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ആ വന്ന കാര്യം പറ. ആ, ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കുകയാണ് ഭൈരവ. എന്റെ ഭഗവാനെ, ഡോക്ടറെ, ഡോക്ടറെ വാതിൽ തുറക്ക. എന്താ നിന്റെ തുറന്നില്ലെങ്കിൽ നീ ഞങ്ങൾ പോലീസുകാരാ. എവിടെ ചെന്നാലും ഈ വൃത്തിയേട്ടന്മാർ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. ഞാൻ വരും കട്ടുണ്ടോ? എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പറയാം. എന്താ രാവിലെ പെട്ടിയോട്ടെ എങ്ങോട്ടാ? ആ മനക്കലെ നമ്പൂരിയുടെ ആനക്ക് സുഖമില്ലാന്ന് ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, ഒരുപാട് തട്ടി വിളിച്ചു. അതുകൊണ്ടാണ് ഇതിലേ വന്നത്. ഉറക്ക വിളിച്ചു? ഞാൻ കേട്ടില്ലേട്ടാ. കേട്ടില്ലേ? ഇല്ല. ഞാൻ എന്നാ പോട്ടെ. പോകാൻ പറ്റട്ടെ. സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നാ? അമ്മാവനോ? അമ്മാവൻ എന്തിനാ വെറുതെ സിംഗപ്പൂരിൽ നിന്ന് വന്നേ? ദാ നിൽക്കുന്നു അമ്മാവൻ. മോനെ, മരുമോനെ, എന്റെ പൊന്നുമോനെ. ഇവനാള് മെലിഞ്ഞു പോയല്ലോ. ഇവനാകെ അമ്പരം നിൽക്കുക. ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലയില് കുഞ്ഞനായുടെ കടയിൽ വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്തു. ഓ, യാത്ര ചെയ്ത് വലഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. ഓ, താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ പിന്നെ ടാക്സിന്റെ കാശ് കൊടുത്തിട്ടോ. ഓക്കെ, സമാധാനായി. നീ പൊട്ടി ബാഗൊക്കെ ഒന്ന് എടുത്താട്ടെ. പിടിച്ചോ. ഡോക്ടർ പശുപതി. ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടം വെക്കാനെ നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന് വരവ്? അതെ, കണ്ണൂരിന്ന്. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴുമരത്തുമ്പോ കെട്ടി ഞാൻ ചത്തിട്ട് കഴിയുന്നില്ലേ, പോരായിരുന്നോ? അതേടാ, കട്ടുമോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പൊ എനിക്കൊരു മൂടുറച്ചു നായപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പിയോടൊപ്പം വേലായുധൻ. നിനക്ക് പോവാ. എടാ ഭൈരവ, പേട്ടു വേലായുധ, ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക, നിന്റെ അമ്മാവനായിട്ട്. അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? മര്യാദക്കൊണ്ട് പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുത്തു. എന്താണ്? വേണ്ട വൈരവ, വേണ്ട, അടങ്ങിക്കോ. മുട്ടും കാലം അടക്കിയാൻ ഇടിക്കും. എന്റെ ശരീരം കേടി എന്താ അമ്മാവനും മരുമോനും കൂടുകൂടൂ? വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടി ചെറുപ്പാണ്. നമ്മളിപ്പോഴും ചെറുപ്പാണെന്ന് അവരൊക്കെ വിചാരേ. അല്ല, അപ്പൊ ആളെ മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ട് നാളുകാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ.
തിരിക്കായി ഇല്ലേ അമ്മാവ? ഹേയ്, മടക്കയാത്ര ഉടനെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചിട്ട് പോയാ പോരെ? ഏയ് പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതായി ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കുണ്ട്, സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, വല്ലതൊക്കെ സംസാരിച്ചിരിക്കാം. ഓ ആ, ഞാൻ ഒരു ദിവസം എടുത്തോണ്ട് ഓ, വരാം. ഓ, ആട്ടെ. ഓക്കെ. എടാ പട്ടി, വാടാ, വാ. വാ നായ, നിന്നെ ഞാന് അയ്യോ പോട്ടെ നീ ഞാൻ കൊല്ലൂടാ, ഇവിടെ ഞാൻ- ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ, പിന്നെ നാളെ ഞാൻ ഉണ്ടാവില്ല, പഞ്ചായത്ത് മീറ്റിംഗാ. മറ്റന്നാളോ അതിന്റെ പിറ്റേന്നാളോ വഴി സംശയമുണ്ട് ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്നു തരാം അവിടെ. ആ പിന്നെ ഇപ്പൊ വേണ്ട. ആ ശരി കേട്ടാ. എടാ നീ വൈരവാ. എന്താ സാർ? ഞാൻ UDC കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ എന്നെയോ? കുമാരി പേടിക്കാതെ, എന്റെ സ്വഭാവം അറിയാലോ. ഉത്തരവാദിത്തങ്ങൾ ബാക്കി വന്നാൽ എനിക്ക് ആകെ ഒരു വിഷമം. ഫയലുകളൊക്കെ ഈ ആഴ്ച തന്നെ ശരിയാക്കി അയക്കാം സാർ. ജോലി കൂടുതലും ഉണ്ടാ താമസം വന്നത്. അയ്യേ, ഞാൻ പറഞ്ഞു വന്നത് ബാലന്റെ കാര്യമാ. ഞാനിതെങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സാർ. എന്ത് കാര്യം? കല്യാണത്തിന്റെ. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ബാലന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനെതിരെ നിൽക്കണം? മുറപ്പെണ്ണാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവന് ഒരേ വാശി. സാർ ഈ സാറെന്നുള്ള വിളി നിർത്തണം. മനസ്സിലായില്ല. അവൾ മരിച്ചിട്ട് 10-12 വർഷമായെന്ന് കുമാരിക്ക് അറിയാമല്ലോ. ഇന്നേ വരെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. സാർ ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വലിയ ആർഭാടമൊന്നുമില്ലാതെ നമ്മുടെ വിവാഹം അങ്ങ് നടത്താം. എന്താ? മൃഗം. സാർ ഇങ്ങോട്ട് പോകണം. ആരാ? ഗുഡ് ഈവനിങ് സാർ. എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല. ആരാ? ആരുമല്ല. അനാഥയാ? എന്നാ തോന്നുന്നു. എന്നാ വിളിക്കാം. എന്താ കൈകൊണ്ടെന്താ? വിളിച്ചതാ. എന്താ വിളിച്ചതാ. കുട്ടിയോട് വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ധൈര്യമായിട്ട് വന്നോളൂ. ഇതാരത്? UDC. UDC യാ? ഇയാള് മുത്തച്ഛനാ? സാറാ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല ഓഫീസിലെ. എടോ തനിക്ക് ഇത്ര പ്രായമായുള്ളൂ, മൂത്ത് നരച്ചില്ലേ? അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് റോഡിൽ പെൺകുട്ടികളെ ചാടി കളിക്കാ? അല്ല, ഞാൻ ബസ്സിന് വിടാനേ. ആ, കേറ്. കേറൂ. കുമാരി കേറൂ. കേറ്. ആ. കേറ്, കേറ്. സാറ് പറഞ്ഞു കേറു. ആ, ഡോ, എന്തോ? കേറടോ. ആ, കേറിക്കൊണ്ടിരിക്കുകയാണ്. കേറൂ. ആ, അങ്ങോട്ട് കേറ്. ആ, ഞാൻ കേറാം. ആ, പിന്നിലി. ആ. കുട്ടി ഇവിടെ ഇരുന്നോളൂ. കുമാരി കേറൂ. വേണ്ട 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 വേണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്നുള്ളൂ. ഇരുന്നോളൂ കേട്ടോ. ആ, ഇരിക്കൂ. അതിനെന്താ? എവിടെ വീട്? ചവറ. ചവറ? എന്നെ വിടൂ. ഞാൻ കള്ളനല്ല അങ്ങനെ പറഞ്ഞു. ഇത് വിടുത്താണ്. വിടൂ തള്ളേ. അയ്യോ, ക്ഷമിക്കണം, ആളറിയാതെ. എന്താ ഇത്? ഇരിക്കൂ, ഇരിക്കൂ. താങ്ക് യു. എടാ പ്രസിഡന്റ് കള്ളനെ കൈ പിടിച്ചിരുത്തതി. അമ്മേ, ഈ ഡോക്ടറുടെ അമ്മാവനാണ്. നമ്മുടെ ഡോക്ടറുടെ അമ്മാവനാണെന്ന്. അത് കണ്ടപ്പോഴേ തോന്നി. എന്നിട്ടാ ഇങ്ങനൊക്കെ ചെയ്തത്? പോട്ടെ, സാരില്ല, വയസ്സായ ആളല്ലേ. നീ അമ്മയെ പറ്റി എന്താ പറഞ്ഞേ? തൊപ്പി. എന്റെ എന്താ അമ്മ തൊപ്പി. ഇത്? അമ്മ ഇങ്ങോട്ട് വരൂ, അവരോട് സംസാരിച്ചിരിക്കട്ടെ. ഇതൊരു ബലം. പ്രസിഡന്റ് ഇരിക്കും. ഓ, സിംഗപ്പൂരിൽ എങ്ങനെയാ, കൃഷിയൊക്കെ ഉണ്ടോ? പിന്നെ അവിടെ 2 വിളവാ. ഓ, ഒന്ന് മുണ്ടകനും
ഒന്ന് അതുപോലെ വേറെ ഒന്നും. അല്ല എത്ര പറ നെല്ല് കിട്ടും? അവിടെ ഈ പറക്കണക്കൊന്നുമില്ല. തൂക്ക കിലോ കിൻഡല് ടണ്ണ് ഇങ്ങനെ പോവും. ചായ എടുത്തു വെച്ചിരിക്കുന്നു, അകത്തോട്ടിരിക്കാം. ഓ ചായ എടുത്ത് വെച്ചിരിക്കുന്നു. വന്നാ. അകത്തോട്ട് വരാം. ആ പോവാ പോവാ. നിന്നേ നിക്ക് ബാല എടാ ബാല. അത് പിന്നെ എങ്ങനാ ഒറ്റയ്ക്ക് UDC കണ്ട് രണ്ട് വർത്തമാനം പറയാന്ന് വിചാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. രണ്ടോ കുട്ടികളൂല്ലേ പശ പോലെ. മോനെ വേറൊരു വിചാരത്തോടു കൂടിയല്ല മോനെ. ഒരു തമാശ, അത് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ? ബാ ഉൽപ്പു. അല്ല നേതാവേ, നമുക്കിനി ഇവനുമായിട്ടുള്ള കമ്പനി വേണ്ട. എന്നാലും ഞങ്ങളോട് പറയാൻ തോന്നിയല്ലടാ. അപ്പോഴേക്കും പിടങ്ങിയോ? എന്റെ കാര്യം നിങ്ങളോടല്ല വേറെ ആരോടാ പറയുക? അച്ഛൻ അവളുടെ പറയുക ശല്യപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളോട് കോട്ടെ കാണപ്പാ, പാവല്ലേ. ദേ വരുന്നു UDC. ചെല്ല്, ഞങ്ങൾ ഇനി ശല്യപ്പെടുത്താൻ വരുന്നില്ല. ചെല്ലി വേഗം ചെല്ലി. ഒരുപാട് നാള് കല്യാണ സദ്യ ഉണ്ടിട്ട് ഈ ചെല്ലി പാല പോ.